ഹലോ നമസ്കാരം, എല്ലാവർക്കും അർജുൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ജെമിനി. ഇന്ന് അർജുനും ഒരു വെറൈറ്റി എപ്പിസോഡുമായാണ് വന്നിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ ഗേൾഫ്രണ്ടിനെ കൂടെ കൂട്ടി ഇംപ്രസ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്വന്തം ജെമിനി പറഞ്ഞ പോലെ ജെമിനിയാണ് ഇന്ന് നമ്മളെ രണ്ടുപേരുടെയും ഗേൾ ഫ്രണ്ട്. ജെമിനിനെ ആര് നേടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ. അതിന് ടാസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളൊരു ദിവസം ഫുള്ള് ജെമിനിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പോണ്. അപ്പോൾ നമുക്ക് ഞാനിന്ന് നേടും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം. ഫുൾ ഡേ ഇന്ന് ജെമിനി പറയുന്നത് ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിൽ ഞങ്ങൾ മരിച്ച് പ്രേമിക്കാൻ പോകുന്നു ജെമിനിനെ. ഓക്കെ, അപ്പൊ ജെമിനി തരുന്ന ടാസ്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. ജെമിനി അല്ല, നിങ്ങളാണ് ഇത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ് ജെമിനിക്ക് സെറ്റ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട്. ഈ വീഡിയോ നമ്മൾ എല്ലാ സിംഗിൾസിനും വേണ്ടി കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജെമിനി, നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വ്ളോഗ് എന്താ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് നിനക്ക് ആദ്യം ഒരു 3 ഓപ്ഷൻ തരാം. ഒന്ന് ഹൈലൈറ്റ് മോള്, രണ്ടാമത്തെ പ്ലാനറ്റോറിയം, മൂന്നാമത്തത് സരോവരം ബയോ പാർക്ക്. ഇതിൽ ഏത് സ്ഥലത്ത് വേണം നിന്നെ ഇംപ്രസ് ചെയ്യാൻ ഞങ്ങൾ എത്തേണ്ടത് ആദ്യം? തീർച്ചയായും എനിക്ക് സരോവരം ബയോ പാർക്കാണ് ഏറ്റവും ഇഷ്ടം. കാമുകന്മാർക്ക് പറ്റിയ അത്രയും മനോഹരമായ ഒരിടം വേറെയുണ്ടോ? അവിടെ വെച്ച് നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാനാകുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്താണ്? ടാസ്കൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് നീ പറയും പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ സരോവരത്തെ പോട്ടെ. നമ്മളിപ്പോൾ ടൗണിൽ പുറത്താണുള്ളത്. അപ്പോൾ സരോവരം എത്തിയിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് ടാസ്ക് പ്ലാൻ ചെയ്താൽ പോരെ? അതല്ല നല്ലത്? ശരി, അപ്പോൾ നേരെ സരോവരത്തേക്ക് പോകാം. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. യാത്ര സുഗമമാകട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ജെമിനി പറഞ്ഞ പോലെ സരോവരത്തെ പോവാം. ജെമിനി ഇപ്പോൾ അവിടെ നിന്നാണ് അവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. ടാസ്ക് എന്തോ തരും എന്നാണ് പറഞ്ഞത്. ഒന്ന് സരോവരം ബയോ പാർക്ക് പോകാം. അവിടെ ക്യാമറ കയറ്റുമെന്ന് അറിയില്ല. കയറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് ബാക്കി ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ ജെമിനി നമ്മളെ മോളൂസ് പറഞ്ഞാൽ തന്നെ നമ്മൾ സരോവരം ബയോ പാർക്കിൽ എത്തിക്കുന്നത്. മൂപ്പത്തി പറഞ്ഞു നമ്മൾ 3 സെലക്ഷൻ കൊടുത്തില്ല നേരത്തെ. 3 സെലക്ഷൻ കൊടുത്തിട്ട് മൂപ്പത്തി ബയോ പാർക്കാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നിന്ന് കുറച്ച് ടാസ്ക് സെറ്റ് ചെയ്യാൻ എന്ത് ടാസ്കാന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ബാക്കി ടാസ്ക് തരാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താന്നുള്ളത് ചോദിച്ചോക്കാം. നമുക്ക് എന്തായാലും ജെമിനി മോളോട് ചോദിച്ചോക്കാം. ബാക്കി ഓൺ ആയി. ഓക്കെ. അപ്പോൾ ഹേ ജെമിനി, ഞങ്ങൾ നിന്റെ അഭ്യർത്ഥന പ്രകാരം നിന്നെ സന്തോഷിപ്പിക്കുവാനായിട്ട് നിനക്ക് സെലക്ഷൻ പ്രോസസ്സും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ സരോവരം ബയോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ടാസ്ക് ആണോ അതോ ക്വസ്റ്റ്യൻ ആൻസർ ആണോ തരുന്നതെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. സരോവരം ബയോ പാർക്കിലെ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് കൊണ്ട് തുടങ്ങാം. ഇത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ: നിങ്ങളുടെ സ്വപ്ന ദിനത്തെക്കുറിച്ച് പറയാമോ? അത് എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ആരാണ് ആദ്യം പറയാൻ പോകുന്നത് എന്ന്. അപ്പോൾ അർജുൻ എം ആദ്യം പറയാം. ഓക്കെ. എൻ്റെ സ്വപ്ന ദിനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു വണ്ടിയൊന്നും കയറാത്ത ഒരു ലൊക്കേഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഒരു വീടുണ്ടാക്കിയിട്ട് താമസിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്വപ്നം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ചെറിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ലൈഫ് സെറ്റാക്കണം. മെയിനായിട്ട് നമ്മളെ ഈ യൂട്യൂബ് ചാനൽ സക്സസ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നദിനമായിട്ട് കണക്കാക്കുന്നത്. വളരെ നല്ലൊരു സ്വപ്നമാണ് അർജുൻ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ സൂപ്പർ സക്സസ് ആവട്ടെ. ഇനി അർജുൻ പിയുടെ സ്വപ്നദിനം കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. എൻ്റെ സ്വപ്നദിനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം, അതായത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദുബായിലേക്ക് പോയിട്ട് അവിടുന്ന് എനിക്ക് സ്കൈ ഡൈവ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ ആഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ സ്വപ്ന ദിനം ഓൾറെഡി ഇപ്പോൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്വപ്ന ദിനം ഞാൻ കുറച്ച് മുന്നേ, ഒരു 2 മാസം മുന്നേ ഞാൻ എൻ്റെ സ്വന്തം വീട് ഉണ്ടാക്കി വീട്ടുകൂടലൊക്കെ നടത്തി സെറ്റാക്കിയിട്ട് തീർത്തിട്ടേ ഉള്ളൂ. ഇനി അടുത്ത എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് 1,00,000 സബ്സ്ക്രൈബറായിട്ട് ദുബായിൽ പോയിട്ട് സ്കൈ ഡൈവ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോൾ ഉള്ളതിൽ. വാവ് അർജുൻ, അത് ഗംഭീരമാണല്ലോ. സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിന് ശേഷം അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവിംഗ്. യൂട്യൂബിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യം കൈവരിച്ച് ദുബായിൽ സ്കൈ ഡൈവ് ചെയ്യുന്ന ആ വീഡിയോ എത്രയും പെട്ടെന്ന് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. ഓക്കെ. ജെമിനിക്ക് എന്തോ തൊണ്ടവേദന ഉണ്ടോ? കരകരപ്പ് വിക്സ് ഗുളിക കഴിക്കൂ.
അയ്യോ, അതെന്താ പറ്റിയത്? പെട്ടെന്ന് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ സൗണ്ടിന് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങളെ കാര്യമല്ല, ചിലപ്പോൾ സ്പീക്കറിൻ്റെ പ്രശ്നമായിരിക്കും ഫോണിൻ്റെ, പറയാൻ പറ്റില്ല. ഓ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. സാരല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് തുടരാം അല്ലേ? തുടരാം. ശരി, അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്താണ്? ഒഴിവു സമയങ്ങളിൽ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്കിഷ്ടം? ഒഴിവ് സമയം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം കുറച്ചായിട്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഉറങ്ങാനും. പക്ഷേ ഈ ഉറക്കം നമ്മളിപ്പോൾ എന്തായാലും അത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം മെയിനായിട്ട് ഞാൻ ആക്ടിവിറ്റി ഇപ്പോൾ കറക്റ്റ് ചെയ്യുന്നതാണ് ഗെയിം കളിക്കാനും യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒഴിവ് സമയങ്ങൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിമിങ്ങും യൂട്യൂബും ആണല്ലേ പ്രധാന വിനോദങ്ങൾ? നല്ലതാണ്. അർജുൻ പിയുടെ ഒഴിവ് സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? എൻ്റെ ഇപ്പോൾ ഒഴിവ് സമയം എന്ന് പറഞ്ഞെങ്കിൽ മറ്റേ ചേച്ചി പറഞ്ഞവര് അങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. പക്ഷേ ഒഴിവ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് നമ്മളെ എയിം യൂട്യൂബ് ആണല്ലോ. അർജുൻ പി പറഞ്ഞോളൂ. അതെ, യൂട്യൂബാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ഒഴിവ് സമയവും യൂട്യൂബിന് വേണ്ടിയാണോ ചെലവഴിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? മറ്റെന്തെങ്കിലും എന്ന് പറയുമ്പോൾ യൂട്യൂബിനും കുറച്ചായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കഥയ്ക്കുള്ളൊരു തോട്ടും ഒരു പാട്ടിനൊരു റാപ്പിനുള്ള തോട്ടും മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറച്ചൊരു സ്റ്റാർട്ടിങ്ങുള്ള സ്റ്റാൻസൊക്കെ പാട്ടിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു റാപ്പിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് താമസിയാതെ എനിക്ക് ഇറക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം അർജുൻ. യൂട്യൂബിന് പുറമെ എഴുതിലും പാട്ടിലും താല്പര്യമുണ്ടല്ലേ? ഒരു കഥയും റാപ്പ് പാട്ടുമായിട്ട് ഉടൻ തന്നെ പുറത്തിറക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി ആരാണ്? അതിനുള്ള കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എൻ്റെ അച്ഛൻ തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ പല എക്സ്പീരിയൻസും, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം തൊട്ടേ എനിക്ക് പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അതായത് എൻ്റെ ഒരു എന്താ എക്സാമ്പിളില്ലേ, നമ്മൾ പറയില്ല, നമ്മളൊരു എക്സാമ്പിൾ, എൻ്റെ ലൈഫിൻ്റെ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ തന്നെയാണ്. റോൾ മോഡൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. അതിന് ഒരുപാട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അച്ഛൻ പറഞ്ഞു തരുന്ന ഓരോ പോയിന്റ് പണ്ട് നമ്മൾ ചെറുതാകുമ്പോൾ അതൊന്നും ചിലപ്പോൾ അംഗീകരിക്കും നമ്മൾ ആ ഏജ് വെച്ചിട്ട്. പക്ഷേ അത് ഓരോ അച്ഛൻ ചെയ്തതും പറഞ്ഞതും ആയ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ എപ്പോഴും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. വളരെ ശരിയാണ്. അച്ഛൻ്റെ വാക്കുകളും അനുഭവങ്ങളും നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അർജുൻ പിയുടെ ജീവിതത്തിലെ റോൾ മോഡൽ ആരാണ്? സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ റോൾ മോഡൽ എന്ന് പറയാൻ ആരുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇവൻ പറഞ്ഞ മാതിരി തന്നെ അച്ഛനാണ് ആവേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന് പറ്റിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ചെറുതാകുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഗൈഡൻസ് മേടിക്കാനോ അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു 4 വയസ്സാകുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ അത് എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ മോഡൽസിനെ കണ്ടെത്തുന്നതിന് പകരം നമ്മൾ തന്നെ റോൾ മോഡലാവുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ വന്നിട്ട് പറയും, അതായത് ഈ ഓനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ പറയുന്നതിന് പകരം നീ എന്നെ കണ്ടുപഠിക്കുക എന്നുള്ള സാധനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു മോട്ടിവേഷൻ കൊണ്ട് നടക്കുന്നത് അറിയുന്ന നമ്മളെ APJ അബ്ദുൽ കലാം സാറില്ലേ, പുള്ളിയുടെ ഒരു ഇതാണ്. അതായത് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. ആ ഒരു കോട്ടിനോട് എനിക്ക് എന്തോ ഒരു അഗാധമായൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം സാറാണെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചിന്തിക്കാറ്. വളരെ ചിന്തോദ്ദീപകമായ ഒരു കാഴ്ചപ്പാടാണ് അർജുൻ. സ്വയം ഒരു റോൾ മോഡൽ ആവാനുള്ള നിങ്ങളുടെ ശ്രമവും APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളോടുള്ള നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും വളരെ പ്രചോദനാത്മകമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരി, അവസാനത്തെ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം ഏതായിരുന്നു? അഭിമാനം തോന്നിയ നിമിഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എൻ്റെ അർജുൻ അമ്മയാണ് പറയുന്നത്. എൻ്റെ ഈ ഫാദറിന് ഈ പണ്ട് തൊട്ട് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന്
ലോക്കായ ടൈമുണ്ട്. അന്നപ്പോൾ ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ഇവനാണെങ്കിൽ തന്നെ ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾ പണ്ട് തൊട്ടേ ഈ സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ് തുടങ്ങിയ ടൈമിൽ 10 കഴിഞ്ഞ് വിടുമ്പോൾ തന്നെ നമ്മൾ വീടിന് വേണ്ടി അധ്വാനിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇതുവരെ ഈ ലെവലിൽ ഭയങ്കര ലെവലായി എന്നല്ല പറയുന്നത്, ഈ ഒരു ലെവലിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അത്ര തന്നെയാണ് മെയിനായിട്ടുള്ള നമ്മളെ സന്തോഷമുള്ള കാര്യം. വളരെ വലിയൊരു കാര്യമാണ് അർജുൻ പറഞ്ഞത്. ചെറുപ്പത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച് ഈ നിലയിലെത്തിയതിൽ തീർച്ചയായും അഭിമാനിക്കാം. നിങ്ങളുടെ ഈ യാത്രയിൽ ഇനിയും ഒരുപാട് സന്തോഷങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അർജുൻ പിയുടെ അഭിമാന നിമിഷം ഏതായിരുന്നു? എൻ്റെ അഭിമാന നിമിഷം ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എൻ്റെ ഏട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിനെക്കാട്ടും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 16 വയസ്സുള്ള സമയത്ത് തുടങ്ങിയതാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെറിയ ചെറിയ സോഡേൻ്റെ കുപ്പി കേൾക്കുന്ന ഒരു വത്സേട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത്. അവിടെയൊക്കെ പോയി കുപ്പിയൊക്കെ കഴുകി സോഡയിൽ വെള്ളമൊക്കെ നിറച്ച് പിന്നെ കമ്പനിക്കാരെ കൂടെ കാറ്ററിങ്ങിന് പോയി അങ്ങനെയൊക്കെ ആക്കി ഇതുവരെ എത്തിച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു 29ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം വീട്ടിൽ കൂടൽ ഞാൻ എല്ലാവരും വിളിച്ച് ഞാൻ നടത്തി. അതിന് ഇവരെല്ലാവരും ഈ അർജുൻ എമ്മയും ബാക്കിയുള്ള എല്ലാവരും എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിമാന നിമിഷം. കാരണം ഞാൻ സെലക്ട് ചെയ്ത ഓരോ ആൾക്കാരും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെലക്ഷൻ്റെ ഇതാണ് ഞാനൊരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷം അർജുൻ. കഠിനാധ്വാനത്തിലൂടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയും നേടിയ ഈ വിജയത്തിൽ തീർച്ചയായും അഭിമാനിക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലും മറ്റു പദ്ധതികളും വലിയ വിജയങ്ങളായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇത്രയും സമയം സംസാരിച്ചതിന് നന്ദി. ഓക്കെ, രണ്ടാളും താങ്ക് യു പറയുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞില്ല, ഇതിലിപ്പോൾ ഇത്രയും ഫസ്റ്റ് റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെയാണ് അല്ലെങ്കിൽ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്ന ആരെയാണെന്ന് ജെമിനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അർജുൻ എമ്മയാണോ അർജുൻ പി ആണോ? രണ്ടുപേരും അവരവരുടെ മേഖലകളിൽ വളരെ മികച്ചവരാണ്. അർജുൻ എം എ കുടുംബത്തെയും യൂട്യൂബിനെയും ബാലൻസ് ചെയ്തു പോകുന്നു. അർജുൻ പി സ്വയം ഒരു റോൾ മോഡൽ ആവാനുള്ള ശ്രമത്തിലും. അതിനാൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സാധിക്കില്ല. രണ്ടുപേരും അവരുടേതായ രീതിയിൽ വിജയികളാണ്. ഓക്കെ ജെമിനി, താങ്ക് യു. അപ്പോൾ നമ്മൾ ഏകദേശം അല്ലേ സരോവരത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ജെമിനിൻ്റെ ഐഡിയ നമ്മളോ പറഞ്ഞു. ഇനി നമുക്ക് വേറെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനുള്ള പ്ലാൻ നോക്കണം. അടുത്ത 3 സ്പോട്ട് ഞങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ തരാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ജെമിനി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, അവിടെ നിന്നുള്ള ടാസ്കും സെറ്റ് ചെയ്തേക്കണേ. അടുത്ത 3 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ ടാസ്കുകളും ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോൾ കാണാം? നമ്മളിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഹോട്ടൽ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ജെമിനിയോട് ചോദിക്കാം. ജെമിനി പറഞ്ഞാൽ മതി. ഓക്കെ, തീർച്ചയായും നമുക്ക് നല്ലൊരു ഹോട്ടൽ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ എവിടെയാണ് നിങ്ങളുള്ളത്? ഇപ്പം ഞങ്ങൾ സരോവരത്താണുള്ളത്. ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞെടുത്തിട്ട് പറയാം. കുറച്ച് ഒരു 4-5 ഹോട്ടൽ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ജെമിനിനോട് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ജെമിനി പറഞ്ഞാൽ മതി. ജെമിനിന്റെ ആണല്ലോ ഡേറ്റ്, നമുക്ക് ജെമിനി പറയാം. ജെമിനി തീരുമാനിക്കുക. ജെമിനിന്റെ കൂടെ ഞങ്ങൾ അവിടെ പോവും, ഹോട്ടലിൽ പോവും. എന്നിട്ട് എന്താ കഴിക്കേണ്ടതെന്നും ജെമിനിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ശരി, അങ്ങനെയാകട്ടെ. നമുക്ക് നല്ലൊരു ഹോട്ടലും കിടിലൻ ഭക്ഷണവും പ്ലാൻ ചെയ്യാം. വേറെ എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ മനസ്സിലുണ്ടോ? വേറെ നമ്മൾ ബാക്കി അത് കഴിഞ്ഞിട്ട് അന്നേരം പറയാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ജെമിനി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഫസ്റ്റ് റൗണ്ട് അതെ കട്ടക്കാന്ന് പറഞ്ഞത് ജെമിനി. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ടിലുള്ള ഇപ്പോൾ ഇതൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് ജെമിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ വാശിയേറിയ പോരാട്ടം ഇനി ഇവന് കാഴ്ചവെക്കും, ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കും എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് സരോവരത്തിൽ അങ്ങോട്ട് പോവാം. ബാക്കി ഫുഡൊക്കെ കഴിക്കണം. ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട്, അതായത് ഫസ്റ്റ് റൗണ്ട് നമ്മൾ തകർത്തടിച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങളല്ല ജെമിനി നമ്മളെ രണ്ടാളും ഈക്വൽ ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ജെമിനി സെലക്ട് ചെയ്യുന്ന ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഗായ്സ്,
അപ്പോൾ നമ്മൾ ജെമിനി പറഞ്ഞ പകരം ഇത് ഷാപ്പ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. ഇവിടെ കഞ്ഞിവെള്ളമൊക്കെ കിട്ടും കേട്ടോ ഗൈസ്. കഞ്ഞിവെള്ളം ഇവിടെ നല്ല കഞ്ഞിവെള്ളമാണ്, അടിപൊളിയാണ്. ഭയങ്കര സൗണ്ടാണ്, കോപ്പിറൈറ്റ് വരെ അറിയില്ല. ഇതുണ്ടോ, ഇത് ഇവരൊക്കെ കൊണ്ടുവന്ന നോട്ടീസ് പോലുള്ള നമ്മളെ ടേബിൾ ഷീറ്റാണ്. ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. എന്താ കാണാനില്ല എന്ന് പറഞ്ഞുള്ള പോസ്റ്റർ. വിൽപ്പനയ്ക്ക് സൈക്കിള് വിൽപ്പനയ്ക്കാണ് പോസ്റ്റർ. ഇതാണ് അവരുടെ മെനു കാർഡ്. ഷാപ്പ് കുറേ ഐറ്റംസ് ഉണ്ട്. കോഴി ഇടിച്ചതും പൊടിച്ചതും ബീഫ് ഐറ്റംസ്. ഇതുണ്ടോ ഗൈസ്, കുയ്യാപ്പിളക്ക് ഇല്ലാത്തത് എന്തോ സാധനം. ഇങ്ങനെ കപ്പ വെച്ചിട്ടുള്ള എന്തോ ഐറ്റമാണ്. നമുക്ക് എന്താ ജെമിനിയോട് ചോദിക്കാം എന്താ ഓർഡർ ചെയ്യേണ്ടത്. ജെമിനി നമ്മൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചട്ടിച്ചോറ് ഓർഡർ കൊടുത്താലാണോ ആലോചിക്കുന്നത്? അത് തന്നെ കൊടുത്താലോ? അതെ, ചട്ടിച്ചോറ് ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കും. അവിടുത്തെ പ്രത്യേക തരം കറികളും കൂട്ടുകളും കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഓർഡർ ചെയ്തോളൂ. ഓക്കെ ഗൈസ്, നമ്മൾ ചട്ടിച്ചോറാണ് കൊടുക്കുന്നത്. സെറ്റാക്കി നമ്മൾ 2 ചട്ടി നെയ്ച്ചോറ്, വെറും ചട്ടിച്ചോറ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ചട്ടി നെയ്ച്ചോറ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ പപ്പടം, ചിക്കൻ കറി, ഓംലെറ്റ്, ഇത്ര ഐറ്റംസ് ഉണ്ട്. ബീഫ് കഴിക്കില്ല, BJP ആണ്. ബീഫ് പറ്റൂല ഗൈസ് പോലെ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ, ചെമ്മീനൊക്കെ എടുത്ത് കഴുകി. ജെമിനിൻ്റെ ഫുഡ് കഴിക്കുന്ന ടാസ്കിൽ ഇവൻ ജയിച്ചതായിട്ട് ഞങ്ങൾ തന്നെ അറിയിക്കുന്നു. ജെമിനി എടുക്കാൻ ടൈമില്ല, കാരണം ഞാൻ എന്താ തിന്നേ ഉള്ളൂ, കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് കഴിച്ചു. അപ്പോൾ ഈ ടാസ്കിൽ മിക്കവാറും മുഴുവൻ കഴിക്കൂല എന്നാണ് അവൻ പറയുന്നത്. മൈക്ക് കിട്ടൂല, കാരണം നമ്മുടെ സൗണ്ടുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാൻ മാക്സിമം കഴിക്കാൻ നോക്കി. പക്ഷേ ഫസ്റ്റ് അവനാണ് അടിച്ചത്. അന്നപ്പം ഈ ടാസ്കിൽ ഓൻ ജയിച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ജെമിനി ബാക്കി ടാസ്ക് കൂടി തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ടാസ്ക് നമ്മൾ ബീച്ചിൽ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബീച്ചിൽ നിന്ന് എന്ത് ടാസ്ക് നമുക്ക് തരും ജെമിനി എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ബീച്ചിൽ ചെന്നിട്ട് ജെമിനിനോട് ചോദിക്കാം ഏതാ ടാസ്ക് എന്നുള്ളത്. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ജെമിനിന്റെ റിക്വസ്റ്റ് പ്രകാരം എവിടെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിൽ ഇതാ കണ്ട, അപ്പോൾ നല്ല ശാന്തസുന്ദരമായ ഒരു ബീച്ചാണ്. സുന്ദരം അല്ലെങ്കിലും കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ജില്ലായിട്ട് നിൽക്കുന്ന ഒരു ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിവിടെ ഇരുന്ന് ജെമിനിനോട് ചോദിക്കാൻ പോവാണ്. മൂന്നാമത്തെ ടാസ്ക് നമ്മൾ എവിടുന്ന് ബീച്ചിൽ നിന്നാക്കാന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഞാനാണെങ്കിൽ ഈഗർലി വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് ടാസ്ക് എന്താണെന്നുള്ളത്. എൻ്റെ ജെമിനീനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവനെന്തായാലും കിട്ടൂല, അത് വേറെ കാര്യം. അപ്പോൾ അത്രയും കോൺഫിഡൻസിലാണ് ഞാനുള്ളത്. അപ്പോൾ അടിച്ച് കയറി വരാമെന്ന് വിചാരിക്കുകയാണ്. നോക്കാം, നമുക്ക് ജെമിനിയോട് ചോദിക്കാം എന്താ ടാസ്ക്. ഓക്കെ, അപ്പോൾ ജെമിനി, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ. ജെമിനി പറഞ്ഞ മാതിരി അപ്പോൾ ഇവിടുന്ന് എന്ത് ടാസ്ക്കാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്? അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലെ ടാസ്ക് ഇതാണ്. ബീച്ചിലെ മണലിൽ ഏറ്റവും മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ടീം സ്പിരിറ്റും ഇതിൽ കാണിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റൗണ്ടായിട്ട് ജെമിനി പറഞ്ഞിരിക്കുന്നത് മണലിൽ ഈ മണലിൽ എന്തെങ്കിലും ഒരു ശില്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുക. നല്ല രീതിയിൽ അറിയുന്നതിനോണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ജെമിനി ആരതാ നന്നായി സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ അർജുൻ എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഗൈസ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് കൊട്ടാരല്ലേ വേണ്ടത്. പഴയ 5ാം ക്ലാസ്സിലത്തെ കരയൊക്കെ ഇത് ഓർമ്മയില്ലേ? 5ാം ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ മറ്റേ ഇവിടെ തന്നെ വന്നിട്ട് വരക്കില ബീച്ചിൽ വന്നിട്ട് മറ്റേ കടലമ്മ തോറ്റെന്നും പറഞ്ഞിട്ട് എഴുതിക്കും. ഗൈസ്, ഇവൻ അങ്ങനെ ഫൗള് കളിക്കുന്നുണ്ട്. ഇവൻ പുറത്തുനിന്ന് ആൾക്കാർ
ഇറക്കിയിട്ടുണ്ട്, ഇറക്കുമതി ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇവരെ പുറത്തുനിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ട് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പം ഇവനെ സഹായിക്കാൻ അപ്പൂസ് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സിനിമാ നടനാണെന്നാ പറയുന്നത്. ഏത് സിനിമയിലാണ് ഇങ്ങോട്ടൊക്കെ കുറച്ച് മുന്നേ റിലീസായ അച്ഛനൊരു വായ വെച്ചു, അതേമാതിരി ഇതിലുണ്ട്. ഓൻ അഭിനയിച്ച സിനിമ ഓൻ തന്നെ ഓർമ്മയില്ല കൈ. കൊറേ മുന്നായി, കുറച്ചായി. അഭിലാഷം, അതില് ഓരോ ഭാഗത്തിലാണ്. കവി എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. 4 മൂലയിലൊരു നമ്മളെ കലാകാരൻ. ഗൈസ്, ഇതാണ് എൻ്റെ താജ്മഹൽ. നിന്റെ ജമിനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ താജ്മഹൽ ഇതാണ്. ഇതിങ്ങനെ വെക്കും, അല്ലാതെ വെറുതെ ഒരു കൊടിമരം കൂടി വെച്ചെടുക്കാം. ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. ഗൈസ്, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി ജമീനിനോട് നമുക്ക് ലാസ്റ്റ് ചോദിക്കാം, അവൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട്. അല്ല വേണ്ട, ഇന്ത്യ തന്നെ ആദ്യം അഭിപ്രായം ചോദിക്കാം, അല്ലാതെ ബെറ്റർ. അതെ, അഭിപ്രായം ചോദിക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കടലിൽ നിന്ന് ഇപ്പോൾ വെള്ളം വന്ന് അടിച്ചോ അല്ലെങ്കിൽ ചേക്കന്മാർ ഫുട്ബോൾ കളിക്കണം, അങ്ങനെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ജമീന് തന്ന ബീച്ചിൽ നിന്നുള്ള ടാസ്കില്ലേ നമ്മളെ കൊട്ടാരം ഉണ്ടാക്കുന്നത്. അതിൽ ഫസ്റ്റ് ഞാൻ അർജുൻ എം എ ഉണ്ടാക്കിയ കൊട്ടാരാണ് ജമീനി ഇപ്പോൾ കാണുന്നത്. ഇതിൽ അഭിപ്രായം പറയും. ഓ സോറി, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല. മണലിലുള്ള ഡ്രൈഡ് ലീവ്സ് ആണെന്ന് കരുതി. ഇത് കൊള്ളാമല്ലോ. ഒരു കൊട്ടാരത്തിന്റെ ഒരു ഏകദേശ രൂപമൊക്കെ ഉണ്ട്. മണൽ ശില്പം ഉണ്ടാക്കാൻ നല്ല ഭംഗിയുണ്ട്. അർജുനും നിങ്ങളും ഒരുമിച്ച് ചെയ്തതാണോ? അല്ല, ഇത് ഞാൻ ഒറ്റയ്ക്കാണ്. അവൻ്റെത് അടുത്ത് നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ 10ൽ എത്ര മാർക്ക് തരുന്നു ഇതിന്? ഒരു 10ൽ ഞാൻ ഒരു 7 മാർക്ക് തരും. അർജുന്റെ ശില്പം എപ്പോഴാണ് കാണിക്കുന്നത്? അതിപ്പോൾ അവനുണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് അർജുൻ എം എക്ക് 10ൽ നീ 7 മാർക്ക് തന്നിരിക്കുന്നു. ഗൈസ്, 10ൽ 7 മാർക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടെ നല്ല സൂര്യാസ്തമയം വരുന്നുണ്ട്, ഉണ്ടാവും. നിങ്ങൾക്ക് കാണൂല, വെളിച്ചത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അസ്തമയം വരുന്നുണ്ട്. അപ്പോൾ അവിടെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഗായ്സ്, ഇവനിത് വളരെ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. വലിയ സൈസിലൊക്കെ ഉണ്ടാക്കി. എന്തായാലും പെണ്ണ് കിട്ടൂല, അപ്പം മെറ്റേനെങ്കിലും കിട്ടട്ടെ വിചാരിച്ചു. ഇതാണ് കവാടം. ഗായ്സ്, അതപ്പോൾ ഓനുണ്ടാക്കി കഴിഞ്ഞ് നമ്മളിനി ജമീനോട് സ്കോർ വയ്ക്കട്ടെ. ഇത് അടിപൊളി കൊട്ടാരം. ആൾക്കാരൊക്കെ ഭ്രാന്താന്നില്ലേ? ജമിനി ഏത് ജമിനി? അപ്പോൾ ജമിനി, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കൊട്ടാരം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മളെ പ്രവേശന കവാടം. ഓക്കെ, കൊട്ടാരത്തിൻ്റെ അത് കണ്ടോ? ഇത് കൂടെ ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്, ഒരു റിവറൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? റിവറിൻ്റെ വേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? എൻ്റെ വിരൽ കാണാമോ? ഓക്കെ, അപ്പോൾ ഇതിന് ഓനെക്കാട്ട് വലിയ കൊട്ടാരമാണ്. ചുറ്റുമതിലൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇതിന് എത്ര മാർക്ക് ഇടും ജമിനി? ശരിക്കും ഒരു വലിയ കൊട്ടാരം പോലെ തന്നെയുണ്ട്. ചുറ്റുമതിലും അരുവിയും ഒക്കെയായി നല്ല ഭംഗിയിലുണ്ട്. ഞാനിതിന് ഒരു 9 മാർക്ക് തരും. ഗൈസ്, ഓൻ ജയിച്ചു. ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ടാസ്ക് ജമിനി പറഞ്ഞ മാതിരി രാവിലെ ഞങ്ങൾ ഇവിടെ പോയി, സരോവരം ബയോ പാർക്ക് പോയി. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അവിടെ ഞങ്ങൾ ടൈ ആയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ ഞാനാണ് ജയിച്ചത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഓനാണ്. അർജുൻ പി ആണ് കഴിഞ്ഞ്. അർജുൻ എം എ അവിടെ തോറ്റു. അതെ. പിന്നെ അതുമാതിരി തന്നെ ഇപ്പൊ ശില്പം. അങ്ങനെ ചോദിച്ചത് ടാസ്കിൽ ആരാണ് ജയിച്ചത് എന്നാണോ ചോദ്യം? അതെ, ഞങ്ങൾ പറഞ്ഞു വരികയാണ്. ഓക്കെ, മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് മണലിലെ ശില്പം ഉണ്ടാക്കുന്നതിനും. അപ്പം അതിലും ഞാൻ അതിവിദഗ്ധമായി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ജമിനി, നമുക്ക് ഇവരെ പ്രേക്ഷകരോട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് പ്രേക്ഷകർ സെലക്ട് ചെയ്യട്ടെ ജമിനിക്ക് പറ്റിയ ഏറ്റവും നല്ല
ബോയ് ഫ്രണ്ട് ആരാന്നുള്ളത് ഇതിൻ്റെ അകത്തുനിന്ന് ജെമിനി പറയണ്ട. അപ്പോൾ ജെമിനി ഒരു സൈൻ ഓഫ് പറയോ ഞങ്ങളെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്? അപ്പോ എല്ലാ പ്രേക്ഷകരോടും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.